ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് ഇങ്ങനെ നയനയുമായിട്ട് കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിങ്ങനെ ഉന്തി നിലത്തി ആടി കിടക്കുകയാണ് ജാനകിയുടെയും അനാമികയുടെയും ജലജയുടെയും ഒക്കെ. അപ്പോൾ അതുവരെ വക്കീലിനെ കാണാൻ പോയതാണ് ആദർശ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിയ്ക്കുകയായിരുന്നല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ആദർശേ വക്കീലിനെ കാണാനല്ല പോയതെന്നാണ് തോന്നുന്നതെന്ന്. അപ്പോൾ അവനവൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ട് വരാനാ പോയത് എന്ന് ജയൻ പറഞ്ഞു. അപ്പോൾ രണ്ടാളും തമ്മിലുള്ള പിണക്ക് ഇത്ര പെട്ടെന്നൊക്കെ മാറിയോ എന്നൊക്കെ മുത്തശ്ശന് ഇങ്ങനെ അവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ നയന ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. തലയെടുപ്പോടുകൂടി വന്ന് നിൽക്കുകയാണ് ഇവരുടെ മുന്നിൽ. അപ്പം നിങ്ങൾ തമ്മിൽ ബന്ധം പിരിയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചോന്ന് മുത്തശ്ശൻ അന്നേരം ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ഇതെന്താ നിങ്ങൾ എല്ലാവരെയും മണ്ടരാക്കുവാണോ എന്ന് ജലജ ചോദിക്കാം. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോൾ നിങ്ങൾ ഇനി ഒന്നിക്കില്ലെന്നാ കരുതിയതെന്നൊക്കെ ജലജ അന്നേരം അവിടെ വെച്ച് പറയുമ്പോൾ, എടാ മോനെ, നീ മോളെ വിട്ടുകളയുന്നതേ ഇപ്പോഴീ വീട്ടിൽ ഞങ്ങളെക്കാളും വലിയ വിഷമം ഈ നിൽക്കുന്നവൾക്കാണെന്ന് പറഞ്ഞ് ജലജയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം മുത്തശ്ശൻ. പ്രത്യേകിച്ച് നിന്റെ അപ്പച്ചിക്കും ഇളയമ്മയ്ക്കും സഹിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ കൂടി അവരത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ബന്ധം പിരിയാൻ തീരുമാനിച്ചാൽ അത് തടയണമെന്ന്. അതൊക്കെ കേട്ട് ആദർശ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ ജലജെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ജലജ ഇങ്ങനെ നോക്കുക. ഇവർ രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെയായിരിക്കും ഇനി ഇവർ താമസിക്കുന്നത് അല്ലേടാ മോനെ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം, അല്ലെങ്കിൽ തന്നെ ഇവളെ എനിക്ക് ഒഴിവാക്കി കളയാൻ പറ്റുമോ? അല്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഇവൾ വലിയ ഡിസൈനറൊക്കെ ആയതുകൊണ്ടേ ഇവളുടെ സേവനം നീ അത്ര പെട്ടെന്നൊന്നും നഷ്ടപ്പെടുത്തി കളയത്തില്ല എന്നുള്ളത്. ഇവളെ ഡിസൈനർ അല്ലെങ്കിൽ കൂടി ഇവളെൻ്റെ ഭാര്യ സ്ഥാനത്ത് നിന്ന് മാറ്റാനൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പച്ചിയെന്നും പറഞ്ഞ് ജലജയോട് പറഞ്ഞു. കാരണമേ ഇവളെ പോലെ എന്നെ അറിഞ്ഞ ഈ കുടുംബത്തെ അറിഞ്ഞ ഒരാളെ കിട്ടാനേ വലിയ പ്രയാസമാണെന്ന് നമ്മുടെ ആദർശ് പറയുമ്പോൾ എനിക്ക് പല്ലും കടിച്ചു പിടിച്ച് നിൽക്കും. പിന്നെ ഈ ഇടയ്ക്ക് ഇവൾ കുറച്ച് വിശ്വാസവഞ്ചനയൊക്കെ കാണിച്ചു. അതിനുള്ളൊരു ചെറിയ ഒരു ശിക്ഷയാണ് ഞാനിപ്പോൾ ഇവൾക്ക് കൊടുത്തത്. അപ്പോൾ നീ ഇവളെ നാണം കെട്ടുപോയി വിളിച്ചോണ്ട് വന്നതേ ഏട്ടത്തെ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ നേരം ആദർശിനോട്. ഇതൊക്കെ കേട്ട് ഇവരൊക്കെ ചിരിക്കും കേട്ടോ. അമ്മേ, എങ്ങനെ എടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ ഭാര്യയും വേണം. അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീ എത്തണം മോനെ. ഇതിൻ്റെ പേരിൽ നിന്നെ ഈ വീട്ടിൽ നിന്നും നിൻ്റെ അമ്മ ഇറക്കി വിടുകയാണെങ്കിൽ നീ ധൈര്യമായിട്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് പോകണം. അതാ വേണ്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. പോകുമ്പോൾ നിൻ്റെ കൂടെ മോളും ഉണ്ടാകണം. അതാണ് ശരിയായ തീരുമാനമെന്നും പറഞ്ഞു. നീ ഉള്ളിടത്ത് മോളും വേണം. എങ്കിലേ നിന്റെ ജീവിതത്തിന് ഒരർത്ഥമൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജയൻ ഇങ്ങനെ ആദർശനോട് പറയും. പൊട്ടികളുടെ എല്ലാം കണ്ണിപ്പൊടിയിട്ടോണ്ടിരിക്കുക. ഇപ്പോൾ അനന്തപുരി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ജലജയെയും ജാനകിയെയും അതുപോലെ അനാമികയെയും പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. മന്ദബുദ്ധികൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ മോളെ, സങ്കടമൊക്കെ മാറിയോ എന്ന് നയനോട് മുത്തശ്ശി ചോദിക്കുമ്പം, എന്നാലും എല്ലാവരും കൂടി ഇതുപോലൊരു നാടകം കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഈ പെണ്ണുങ്ങൾ 3 പേരും നാടകമോ? അതിനിവിടെ എന്ത് നാടകമാണ് നടന്നത് എന്ന് ജലജ ചോദിക്കുമ്പം, ഇവിടെ നല്ലൊരു നാടകം നടന്നു എൻ്റെ ജലജയെ. ആ നാടകത്തിൽ നീയും ഇവളും അനാമികയൊക്കെ നല്ല കഥാപാത്രങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയൻ ഇങ്ങനെ പറയാം. അപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം കണ്ടില്ലേ, ഇതാണ് ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുമ്പം നമുക്ക് ജാനകി ഒന്നും അറിയാത്തത്. ഇവരെല്ലാവരും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് നമ്മളെ വട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ജലജ ജാനകിയോടും അനാമികയോടും പറയുമ്പോൾ, ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ. ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം അറിഞ്ഞവരാണ് നയനമോളും ആദർശം. അപ്പോൾ അവർക്ക് പരസ്പരം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെത്ര അകന്നു പോയാലും ഇരട്ടി ശക്തിയോടെ അവർ കൂടിച്ചേരത്തേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവർ രണ്ടാമത്തൊന്നുമില്ല. അവർക്കിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നർത്ഥം. മനസ്സിലായോ? പിന്നെ മോനെ, നീ മോളെയും കൂട്ടി അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു മുത്തശ്ശി ആദർശനോട്. അപ്പം ആ നയനെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോകുമ്പോൾ ജോലിച്ചൊക്കെ തുറിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ജാനകി. ഈ സമയത്ത് അജയൻ, എൻ്റെ മരുമോള് അവരുടെ സ്നേഹം കണ്ടോ? ഇണങ്ങിയാലും പിണക്കത്തിന് അത്ര ആയുസേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് മോളും അനിയൊക്കെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കും. അനാമിക ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞതേ. അത് കഴിഞ്ഞ് പിന്നെ ആദർശ് നയനയും കൂടെ റൂമിൽ ചെന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആദർശ്
നയനോട് പറയാണ്, ഇനി അമ്മ നിന്നെ സ്നേഹിക്കുന്നത് എനിക്ക് നേർക്ക് നേരെ നിന്ന് കാണാം, അതിന് മറ പറ്റി നിന്ന് നോക്കേണ്ട ആ ഒരു അവസ്ഥയൊന്നും ഇല്ല എന്ന്. അപ്പം അതൊക്കെ കേട്ട് നയനയും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നയനയെ കെട്ടിപ്പിടിച്ചൊക്കെ ആദർശ് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. നീ എന്നോട് ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു നീ ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ബോൾഡായിരുന്നു എന്ന്? എന്നാ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ചു നിന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞില്ലേ? എന്നാലേ ഈ വീട്ടിൽ മറ്റാരെക്കാളും നെഞ്ചു വെച്ച് സംസാരിക്കാൻ പറ്റുന്നതേ നിനക്ക് മാത്രമാണെന്നും പിന്നെ അത്രത്തോളം നല്ലൊരു മനസ്സ് നിനക്കും ഉണ്ടെന്ന് ആദർശ് നയനയോട് പറയുമ്പോൾ അങ്ങനെയുള്ള എന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചതെന്നൊക്കെ നയന തിരിച്ച് ആദർശനോട് അന്നേരം ചോദിച്ചു. അതെ, അത് അത്യാവശ്യമായിരുന്നത് കൊണ്ടാ. ജീവിതത്തിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുതെന്നൊരു വാണിംഗ് ആണ് ആ പ്രതിഷേധത്തിലൂടെ ഞാൻ നിനക്ക് തന്നത്. നമുക്കിടയിലേ ഇനി രഹസ്യങ്ങളൊന്നും പാടില്ല കേട്ടോ. നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയതിന് ശേഷം ആദർശേട്ടൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു? അമ്മ എന്നെ സ്നേഹിക്കണമെന്നുള്ളത്. അങ്ങനെ അമ്മ എന്നെ സ്നേഹിക്കുമ്പോൾ ആ സത്യം ആദർശേട്ടൻ പോലും അറിയരുത് എന്നോട് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നയന ചോദിച്ചു. അമ്മ അങ്ങനെ പറഞ്ഞതിനെ ഇപ്പം കിട്ടേണ്ട ശിക്ഷ രണ്ടാൾക്കും കിട്ടിയില്ലേ? നീ പോയ ശേഷം നിന്നേക്കാളും ഇവിടെ കിടന്ന് ഉരുകുകയായിരുന്നു അമ്മ. അതുകൊണ്ടാ നിയന്ത്രണം വിട്ട് നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ അമ്മ എന്നോട് പറഞ്ഞത്. എല്ലാവരുടെ മുന്നിലും അമ്മ കുറ്റസമ്മതം നടത്തിയത്. അപ്പോഴും ഇതൊക്കെ അറിയാനിവിടെ പലരും ഉണ്ട് എന്ന് നയന പറയുമ്പം അവരൊന്നും അറിയണ്ട. വീടിനകത്തുള്ള ആൾക്കാരുടെ സന്തോഷം അവരാരും ആഗ്രഹിക്കുന്നവരല്ല. അത്തരക്കാരോടെ നമ്മളൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ആദർശ് നയനോട് പറഞ്ഞു. അപ്പച്ചി ഇളയമയൊക്കെ അവിടെ ആകെ അപ്സെറ്റ് ആയിരിക്കാം. നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആകുമെന്നൊക്കെ അവർ ഉറപ്പിച്ചതാ. അതാ നിന്ന് നിപ്പി പൊളിഞ്ഞു പോയത്. അപ്പതേ വെറുതെ പോലും ഇനി എന്നോട് പിണങ്ങരുത് കേട്ടോ ആദർശേട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് കത്തെഴുതി വെച്ചിട്ട് പോയപ്പോഴാണെന്ന് നയന പറയുന്നത്. നീ അങ്ങനെ ചെയ്തായിരുന്നെങ്കിലേ അതോടുകൂടി എനിക്ക് ചെവിയിൽ പൂ വെക്കേണ്ടി വന്നേനെന്ന് പറഞ്ഞു ആദർശം. അപ്പം ഞാൻ ആത്മഹത്യ ചെയ്ത ഭ്രാന്ത് വരുമല്ലേ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ ആദർശനോട് നയന ചോദിക്കുമ്പം ചിലപ്പോൾ വന്നേക്കുമെന്ന് പറഞ്ഞു ആദർശം. പിന്നെന്തിനാ ഇത്രയും സീരിയസ് ആയത്? അത് എൻ്റെ മനസ്സിനകത്ത് നിന്നോട് തീരാത്ത ദേഷ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാലും ഇനി ഇതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴൊന്നും നീ മരണത്തെപ്പറ്റി ഒന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ. പിന്നെ ഇനി അമ്മയും ഒന്നിച്ച് നമുക്ക് പല സ്ഥലങ്ങളിലും പോകാനുണ്ട്. അമ്മയും നീയും കൂടി ഒന്നിക്കണമെന്ന് പല അമ്പലങ്ങളിലും പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും അവിടെയൊക്കെ രണ്ടാളും കൂടി ഒന്നിച്ച് പോകണമെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പോഴേ ഇതുവരെ അമ്മ നീ തിരിച്ചു വന്നതൊന്നും കണ്ടിട്ടില്ല, അമ്മയ്ക്കറിയില്ല. അതെ, എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് നയന ആകാംക്ഷയോടെ പറയുമെന്ന് പിന്നെ നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആദർശ അമ്മയ്ക്ക് അരികിലേക്ക് നയനയെ പറഞ്ഞു വിടുക. അമ്മയാണെങ്കിലും മുറിയിലിരുന്ന് കരഞ്ഞ് വിളിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ആദർശ് പറഞ്ഞു ഓരോ കാര്യങ്ങളും അമ്മ ആദർശിൻ്റെ മുന്നിൽ യാചിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നയന അമ്മയെന്ന് വിളിച്ചു വരുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും ഓടി അങ്ങ് ചെന്നിട്ട് മോളെ കെട്ടിപ്പിടിക്കുക ദേവയാനി. അപ്പോൾ ആദർശാണ് മോളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു. അതേ അമ്മയെന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും മോളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല മോളെ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അവിടേക്കും വളരെ സീരിയസ് ആയിട്ട് അമ്മ വന്നത്. അപ്പോൾ പിന്നെ തീരുമാനമൊക്കെ മാറ്റിയത്. അമ്മ എന്നെ സ്നേഹിച്ചത് അറിയുമ്പോൾ ആദർശേട്ടൻ കൂടുതൽ സന്തോഷിക്കുമെന്ന് നമ്മളൊക്കെ കരുതിയത്. പക്ഷേ ആ സംഭവം അറിഞ്ഞതിന് ശേഷമേ അത് പറയാത്തതിൻ്റെ പേരിലാണ് ഇത്രയും സീനൊക്കെ ആദർശേട്ടൻ ഉണ്ടാക്കിയത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ ഒരു ഫംഗ്ഷന് ശേഷം ആദർശിനോട് എല്ലാം പറയേണ്ടതായിരുന്നു അല്ലേ മോളെ എന്ന് ദേവയാനി ചോദിച്ചു. അപ്പോൾ അമ്മയല്ലേ എന്നോട് പറഞ്ഞത് അത് പറയണ്ടെന്ന്? എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അത് പറയാതിരിക്കുന്നതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നമ്മേ. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതെൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നന്ദമോള് പോയ ദിവസം അച്ഛൻ പറഞ്ഞത് ഇനി ആദർശേട്ടനിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന്. അല്ല മോളെ, ഇപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പിണക്കമൊക്കെ മാറിയപ്പോഴേ അതിൻ്റെ ഇരട്ടി സ്നേഹമായി എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇനി ഒരു മറയുമില്ലാതെ അമ്മ മരുമകളെ സ്നേഹിക്കുന്നത് കാണാലോ എന്ന് ആദർശേട്ടൻ എന്നോട് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ ദേവയാനിക്ക്. അത് സത്യമായിട്ടോ മോളെ. എന്ന് വെച്ചേ ഈ വീട്ടിൽ തന്നെ വെറുക്കുന്നവരാരും സത്യം അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് നയന പറയുമ്പം അവരാരും അറിയണ്ട മോളിനി അവരുടെയൊക്കെ മനസ്സിൽ എൻ്റെ ശത്രുവായിട്ട് തന്നെ ഇരുന്നോട്ടെ, അതാ നല്ലത്. അങ്ങനെയാണെങ്കിൽ അവരുടെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും ആദർശേട്ടനും കൂടി ഒരുപാട് പ്രാവശ്യം പുറത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് എവിടെ ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി അതൊക്കെ നേടിയെടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകണം, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം, അങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ നയന പറയുമ്പം അത് മോൾക്ക് മാത്രമല്ല എനിക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് ദേവയാനി പറയണം.
അതെല്ലാം നടക്കും മോളെ, നമുക്കതൊക്കെ നടത്തണമെന്നും പറഞ്ഞു. എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് ദേവയാനി എന്നോട് പറയാം. എത്രത്തോളം ദൈവങ്ങളെ വിളിച്ച ദിവസങ്ങളെ വേറെ ഉണ്ടായിട്ടേ ഇല്ല. മോളെ ആദർശ് തിരിച്ച് വിളിച്ചു കൊണ്ട് വരാൻ വേണ്ടിയിട്ടേ അത്രത്തോളം ഞാൻ ദൈവങ്ങളെ ശല്യം ചെയ്തിട്ടുണ്ടെന്ന കാര്യമൊക്കെ ദേവയാനി ഇങ്ങനെ പറയുക. ഒരുപാട് നേർച്ചകളും നേരുകയൊക്കെ ചെയ്തു, അതൊക്കെ എനിക്ക് പോയി നടത്തണമെന്നൊക്കെ. അപ്പോൾ അമ്മ മോൻ്റെ അടുത്ത് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം വേണ്ട ഞാൻ വരുന്നില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പം അതെന്താ അമ്മ വരാത്ത, നാണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനി ചെറിയൊരു നാണമൊക്കെ എനിക്കുണ്ട് എന്ന് ദേവയാനി പറഞ്ഞപ്പം എന്നിട്ട് നേരത്തെ അമ്മ പോയി ചൂടായതോ, എന്നെ പോയി വിളിച്ചോണ്ട് വരാൻ ആദർശനോട് പറഞ്ഞതോ, അതോ ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ പോയി നിൽക്കാൻ ഒരു സങ്കോചം പോലെ എനിക്ക്. അതാ മോളെ, ഈ സങ്കോചം കൊണ്ടാ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അമ്മയ്ക്കറിയാവോ, എൻ്റെ ഭർത്താവിന് എന്നിൽ നിന്ന് അകറ്റിയതെന്ന കാര്യവും പറഞ്ഞു. അത് മറക്കണ്ട കേട്ടോ എന്നൊക്കെ നമ്മുടെ നയന ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് അങ്ങ് പോയി. ദേവയാനി ഒരുപാട് സന്തോഷത്തോടെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ 3 പൂതനകളും കൂടി ഇങ്ങനെ നിൽക്കുവാണ്. 3 എണ്ണങ്ങളും കൂടെ ഭയങ്കര ചർച്ച. ബന്ധം പിരിയരുതെന്ന് എന്തിനാ അപ്പച്ചു മുത്തശ്ശനോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക വന്ന് ജലജയുടെ തല കടിച്ച് പറിക്കുമ്പോൾ അത് പിന്നെ അവർ ബന്ധം പിരിയാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതല്ലേ മോളെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയോ അവനും അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഉടനെ കയറി വരുമെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കത്തില്ലേ മോളെ. അങ്ങേരെ അവളെയും കൊണ്ട് വന്നപ്പോഴേ നല്ല ജീവിതം അങ്ങ് പോയി. അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടായി അനാമിക. ഭയങ്കര കലിപ്പ്. എനിക്കും അങ്ങനെ തന്നെയാ മോളെ. ദൈവം എല്ലാം അവൻ തിരിഞ്ഞു കൊത്തുക. എന്തെല്ലാം പ്രതീക്ഷകളൊക്കെ ആയിരുന്നു, അതെല്ലാം കൂടെ ഒരൊറ്റ നിമിഷം കൊണ്ടല്ലേ പൊലിഞ്ഞു പോയത്. ദൈവങ്ങൾക്ക് കണ്ണി ചോരയില്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്യമ്മയുടെ കാര്യം മാത്രം എനിക്ക് മനസ്സിലാകാത്തതെന്നും അവൾ തന്നെ ഇഷ്ടത്തിനൊരു കള്ളം എഴുതി വെച്ചിട്ട് ഇവിടുന്ന് പോയതാ. അപ്പോൾ വല്യമ്മ പറയണ്ടേ അവളെ പോയി വിളിച്ചോണ്ട് വരാൻ പാടില്ല എന്നുള്ളതെന്ന് പറഞ്ഞപ്പം ഒരു വല്യമ്മ അവരല്ലേ മോളെ നേരത്തെ പിണങ്ങി പിരിഞ്ഞു പോയ അവളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാ. നീ എന്താ അത് മറന്നുപോയോ? എല്ലാവരുമേ കണക്കാ. ഏതായാലും എനിക്ക് കുറച്ച് പൈസ ലാഭം ഉണ്ടായി. എങ്ങനെ പൈസ ലാഭം ഉണ്ടായിരുന്നു? അല്ല, അവർ ബന്ധം പിരിയുകയാണെങ്കിലേ നടത്താമെന്ന് പറഞ്ഞ നേർച്ചകളൊന്നും ഇനി നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാ ആ വഴിക്ക് കുറച്ച് പൈസ ലാഭം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം എൻ്റെ അച്ഛനോടും അമ്മയോടും ഇതെങ്ങനെ ഞാൻ വിളിച്ചു പറയുന്നു ഞാൻ ആലോചിക്കുന്നതെന്ന് അനാമിക. അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നറിഞ്ഞിട്ടുള്ള സന്തോഷത്തിലായിരുന്നു. ഇല്ല, നശിപ്പിച്ചു. ഇനി അവൾ മടങ്ങി വന്നു എന്നറിഞ്ഞാൽ അവർക്കും ഉറക്കം നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ പറയുമ്പോൾ ജലജ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവിടെ ജലജയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ജലജ ഇവരും കൂടി ഇങ്ങനെ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ആദർശിൻ്റെ അടുത്തേക്ക് അഭി വരുക കേട്ടോ. അപ്പോൾ അഭി ഇങ്ങനെ പതുക്കെ പമ്മി വരുന്നു. ഏട്ടത്തി വീട്ടിൽ നിന്ന് പോയിട്ടും ഏട്ടന് എൻ്റെ വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് അഭി ഇങ്ങനെ വന്ന് ആദർശനോട് പറഞ്ഞപ്പോൾ ഇവനൊന്നും അറിഞ്ഞില്ലെന്നാണല്ലോ തോന്നുന്നത്. ആദർശ് മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് അഭിയെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് അവൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ ഞാനതിനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ എന്താ ഏട്ടൻ്റെ തീരുമാനമെന്ന് ചോദിച്ചാൽ അഭി ആദർശനോട് ചോദിക്കുമ്പോൾ എൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഡിവോഴ്സിനെ പറ്റിയാണോ ഏട്ടൻ ചിന്തിക്കുന്നത്? അതെ, അതിനെപ്പറ്റി തന്നെയാ. എന്താ? അപ്പം ഇങ്ങനെ ആദർശം അഭിയുടെ ഭാവം മാറുന്നത് നോക്കാം. എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ എന്ന് അഭി ഇങ്ങനെ ആദർശനോട് ചോദിക്കുന്നു. ഈ വീട്ടിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ ചേട്ടനും ചേട്ടത്തെയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതിനുശേഷം നിങ്ങൾ ഒന്നിച്ചതല്ലേ, ആർക്കും പിരിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒന്നിച്ചില്ലെന്ന് ചോദിക്കുമ്പം അതെ, അത് തെറ്റായിപ്പോയെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നത്. അവളൊരു കത്തൊക്കെ എഴുതി വെച്ചിട്ടേ പോയി. ഇനി അവളുടെ പിന്നാലെ എന്തായാലും ഞാൻ നടക്കാൻ പോണില്ല. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഇനി 2 വഴിക്കാണ് ജീവിക്കാൻ പോകുന്നത്. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ഏട്ടാ. നവിയെ പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് വരുമ്പം ഇവിടെ ഏട്ടത്തെയും വേണമെന്നും പിന്നെ അല്ലെങ്കിൽ നവിക്ക് അത് വലിയ വിഷമമായിരിക്കുമെന്നൊക്കെ അഭി ഇങ്ങനെ ആദർശനോട് പറഞ്ഞപ്പം ആദർശ് ഭയങ്കര ഗൗരവത്തിൽ തന്നെ അഭിയുടെ മുന്നിലിരിക്കുന്നത്. അപ്പം നിനക്കോ? എനിക്കും അങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നയന പുറകിൽ കൂടെ വരുന്നത്. എന്നാലേ നീ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അതിന് പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ എന്ത് പരിഹാരമാണെന്ന് ചോദിച്ചു അഭി. അപ്പം നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നത് നയന ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അഭിയുടെ ചങ്ങ് കത്തിപ്പോയി. അഭിക്കാണ് പുറത്ത് കാണിക്കാനും പറ്റില്ല. അഭി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടക്കണ്ണം വീഴ്ച നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഒന്നും മനസ്സിലാകുന്നില്ലേ?
ഏട്ടത്തി വന്നായിരുന്നോ എന്ന് അബി ഇങ്ങനെ എന്നിട്ട് എന്താക്കി ചോദിക്കാം. ആ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അബിയുടെ മുഖത്തുണ്ടാക്കി ഒരു ചിരി. ഇവനെ അതറിയാതെ നമ്മൾ തമ്മിൽ പിരിയരുതെന്ന് പറയുമായിരുന്നു. ഇവൻ്റെ അമ്മയ്ക്കും അതേ അഭിപ്രായമാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യരുതെന്ന് അമ്മയും മോനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അബി ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതേട്ടാ. അപ്പോൾ അത് വിശ്വസിച്ചേ പറ്റൂ ആദർശേട്ടാ. ഇപ്പോൾ അബി എൻ്റെ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നയന നേരെ ആദർശനോട് പറഞ്ഞു. എടാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമേ ആർക്കും ഒരിക്കലും തകർക്കാൻ പറ്റുന്നതല്ലടാ. പിന്നെ ഇടയ്ക്ക് ചില സുന്ദരി പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. ഇവിടെ തെറ്റ് നയനയുടെ ഭാഗത്തായിരുന്നു. അത് ഇവൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ ഇവൾ എൻ്റെ കൂടെ വന്നതെന്നുള്ള കാര്യവും ആദർശ് ഇങ്ങനെ അഭിയോട് പറഞ്ഞു. ആഹാ അത് ശരി. അപ്പോൾ ആദർശേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വരികയായിരുന്നോ? ആ അതെ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് നവ്യ അതേപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നീ ഇന്ന് നവ്യ വിളിച്ചായിരുന്നോ? അപ്പോൾ ഇല്ല, വിളിച്ചില്ല. ആ അതുകൊണ്ടാണ് പറയാതിരുന്നത്. വിളിച്ചിരുന്നെങ്കിൽ അവൾ പറഞ്ഞേനെ. പിന്നെ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ നീ കാണുമല്ലോ, അത് വിചാരിച്ചിട്ടുണ്ടാവും. നയനയില്ലാതെ ആദർശില്ല. കുറച്ചൊക്കെ മസിലൊക്കെ പിടിച്ചിരിക്കുമെങ്കിലും അധികം നേരം നീട്ടിക്കൊണ്ട് പോകാനേ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പം ശരിക്കും നിങ്ങൾ തമ്മിൽ വഴക്കിട്ടത് എന്തിനായിരുന്നു എന്ന് അബി ചോദിക്കുമ്പം അതേപ്പറ്റി ഒന്നും നീ അറിയണ്ട. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങനെയുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. ചിലതൊക്കെ പുറത്തു പറയാൻ പറ്റുന്നൊന്നും അല്ല എന്ന് പറഞ്ഞു. പുറത്തു പറയാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അല്ലേ? അതെ. ഏതായാലും എനിക്ക് സന്തോഷമായി. അവസാനം നിങ്ങൾ രണ്ടുപേരും ഒത്തുകൂടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഒരാത്മാർത്ഥതയില്ലാത്ത പറച്ചിലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പല്ലു ഓർമ്മ പിടിച്ചിങ്ങനെ നിൽക്കുക. ശല്യം. അവരുടെ ജീവിതം കാട്ടപ്പോകയായെന്ന് കരുതിയതാ. അപ്പോഴാണ് അവൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. നാശം എന്ന് പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് പോയി. ഈ സമയം നമ്മൾ രണ്ടുപേരും ഒന്നിച്ചെന്ന് അറിഞ്ഞപ്പോഴേ അവൻ്റെ മുഖത്ത് കണ്ടത് സന്തോഷമാണോ അതോ ദുഃഖമാണോ എന്ന് ആദർശം ചോദിച്ചു നയനയോട്. അപ്പോൾ ഒരു നിരാശ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന കാര്യം നയന അന്നേരം പറഞ്ഞു. അവനെ അങ്ങ് പിടി കിട്ടുന്നില്ല. അവൻ്റെ ആ മാറ്റം അത് പൂർണ്ണമായും അങ്ങ് പിടി കിട്ടുന്നില്ല അല്ലേ എന്നൊന്നും പറഞ്ഞുകൂടാ. ചേച്ചിയെ അബി ഇപ്പം നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു നയന. പിന്നെ നമ്മൾ തമ്മിൽ അടിച്ചു പിരിയുന്നത് അവനും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. എല്ലാവരും സ്വത്തിനും പണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതും ശരിയാ. പിന്നെ എപ്പോഴും അബിയെ സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്നത് തന്നെയാണ് നല്ലത്. അവൻ്റെ അമ്മയെക്കാളും വലിയൊരു കുറുക്കനാ. പുറമേ സ്നേഹം നടിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും നിശ്ചയിക്കാനേ പറ്റില്ല എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ നയനയോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.